ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അനുതാപ സങ്കീർത്തനങ്ങളിൽ 38-ാമത്തെ സങ്കീർത്തനം, അതിനകത്ത് 22 വാക്യങ്ങളാണുള്ളത്. ആദ്യത്തെ 4 വാക്യങ്ങൾ, 1 മുതൽ 4 വരെ വാക്യങ്ങൾ പാപഭാരത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു പാപം വരുത്തി വെച്ചതായ ഭാരം, അയ്യോ, ദാവീദ് അനുഭവിച്ചതായ പാപഭാരത്തിൻ്റെ ഭയാനകത. രണ്ടാമത്തത് 5 മുതൽ 10 വരെയുള്ളതായ വാക്യങ്ങൾ പാപരോഗമാണ്. പാപരോഗം, ഒരു വ്യക്തി തൻ്റെ ശരീരം കൊണ്ട് തന്നെ ചെയ്തതായ പാപം മുഖാന്തരം തനിക്ക് തന്നെ വരുത്തി വെച്ചതായ കെടുതികൾ. നിസാരമല്ല പാപം. ദൈവത്തിന് സ്തോത്രം. പാപരോഗം. മൂന്നാമത്തത് 11 മുതൽ 20 വരെ പാപദോഷം എന്ന് പറഞ്ഞാൽ പാപം വരുത്തി വെച്ച സാമൂഹ്യമായ വിപത്തുകൾ, ദി സോഷ്യൽ ഡിസാസ്റ്റർ. ഞാൻ പിന്നീട് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഏറ്റവും അവസാനം 21-22 വാക്യങ്ങൾ പാപമോചനം. പാപമോചനം, പാപഭാരം, പാപരോഗം, പാപദോഷം, പാപമോചനം. ദൈവത്തിന് സ്തോത്രം. 5 മുതലായ വാക്യങ്ങൾ, 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ച്. എന്റെ ഭോഷത്വം ഹേതുവായി എന്റെ വ്രണങ്ങൾ ചീഞ്ഞു നാറുന്നു. ഒന്നാമത് പാപം വരുത്തി വെച്ചതായ ആദ്യത്തെ വിന, എൻ്റെ ശരീരം ചീഞ്ഞു നാറുന്ന വ്രണങ്ങൾ. വായിച്ചോ. ഞാൻ കുനിഞ്ഞു ഏറ്റവും കൂനിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒന്ന് മേലോട്ട് നോക്കാൻ പോലും സാധ്യമല്ലാത്ത വിധത്തിൽ കുനിഞ്ഞുപോയി, ആളത്വം കുമ്പിട്ടുപോയി. ദൈവത്തിന് സ്തോത്രം. വായിച്ചോ. ഞാൻ ഇടവിടാതെ ദുഃഖിച്ച് നടക്കുന്നു. എന്റെ അരയിൽ വരൾച്ച നിറഞ്ഞിരിക്കുന്നു. അരയിൽ അരക്കെട്ട്, വരണ്ട അരക്കെട്ട്, ലോത്സം ഡിസീസ്. ലൈംഗികമായ ചില രോഗങ്ങളായിരിക്കാം, ശാരീരികമായിരിക്കുന്ന ശക്തിക്കുറവായിരിക്കും. അര എന്ന് പറയുന്നത് എപ്പോഴും ശക്തി, മനുഷ്യൻ്റെ ശക്തിയെ കാണിക്കുന്നതാണ്. അര മുറുക്കുക എന്നൊക്കെ പറയുന്നത് ഒരുങ്ങുക, അതിൻ്റെ അർത്ഥം. ഒന്നിനും ശക്തിയില്ലാണ്ടായി. ദൈവത്തിന് സ്തോത്രം. യാതൊന്നിനും കരുത്തില്ലാതായി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം വായിച്ചു. എന്റെ ദേഹത്തിൽ സൗഖ്യമില്ല, ഞാൻ ക്ഷീണിച്ച് അത്യന്തം തകർന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. തകർന്ന മനസ്സ്, അത്യന്തം തകർന്നിരിക്കുന്നു, ക്ഷീണിച്ച് തകർന്നിരിക്കുന്നു. ഫീബിൾ ആൻഡ് അട്ടർലി ക്രഷ്ഡ്, ഫെയിൻറ്റ് ആൻഡ് ക്രഷ്ഡ്. എല്ലാം കൊണ്ടും തകർന്ന് തരിപ്പണമായി. ദാവീദിന്റെ ജീവിതത്തിൽ തൻ്റെ ഇടത്തോടെ നട്ടെല്ല് നിവർത്തി രാജ ഭരണമെല്ലാം അധികാരത്തോടെ നിവർത്തിച്ചു വന്ന വ്യക്തിയാണ്. എന്തു വലിയ പദവിയാണ്, എന്തുമാത്രം സൈന്യം, എന്തുമാത്രം ധനം, എന്ത് മനോഹരമായിരിക്കുന്ന കൊട്ടാരം. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കട്ടെ. അന്നത്തെ രാജാവെന്ന് പറഞ്ഞാൽ എന്താണ്? ഹല്ലേലൂയ. ഇപ്പോൾ ക്ഷീണിച്ച് തളർന്ന് മനസ്സ് അനക്കമില്ലാത്തതായി തീർന്നു, തരിപ്പണമായി. ശരീരവും മനസ്സും തകർന്നു പോയി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. തണുപ്പിനാൽ മരവിച്ചും ചൂടിനാൽ ഉണങ്ങിയും പോയതായ ഒരാളത്വം. നിങ്ങൾക്കറിയാം, പ്രസിദ്ധനായിരിക്കുന്ന ജോൺ ബെനിയൻ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ചില തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം വേദനയോടെ പറയുന്നൊരു കാര്യമാണ്, എനിക്ക് തന്നെ ഞാനൊരു ഭാരമായി തീർന്നിരിക്കുന്നു. എന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാനൊരു ഭീതി വിഷയമായിരിക്കുന്നു. എന്താകും എന്താകും എന്താകും. ദൈവത്തിന് സ്തോത്രം. എനിക്ക് തന്നെ ഞാൻ ഒരു ഭാരമായി തീർന്നിരിക്കുന്നു, ഒരു ഭീതി എന്നെ ഭരിക്കുന്നു, എൻ്റെ ജീവിതം ഞാൻ മടുത്തു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടോ? ഹല്ലേലൂയ. വചനം നിങ്ങൾക്ക് ജീവൻ തരും. പാപത്തിന് ജയമില്ലല്ലോ. വേണ്ടാന്ന് വെച്ചത് വീണ്ടും ആവർത്തിക്കുകയാണല്ലോ. ഇനി ഇല്ല എന്ന് തീരുമാനിച്ചത് വീണ്ടും സംഭവിച്ചു പോയല്ലോ. ഞാൻ ഒരിക്കൽ പറഞ്ഞ പോലെ ചില പാപങ്ങൾ എന്നെയും കൊണ്ട് പോവുള്ളൂ എന്ന് ചിന്തിച്ചു പോയിട്ടുണ്ട്. ദൈവമക്കളെ, അങ്ങനെ വരണ്ടുണങ്ങിയതായ ജീവിതമായി ആരെല്ലാം വന്നിട്ടുണ്ട്. അത്യന്തം തകർന്നുമായിട്ട് ആരെല്ലാം വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അടുത്ത വാക്യം കൂടെ വായിച്ചേ. എന്റെ ഹൃദയത്തിലെ ഞരക്കം നിമിത്തം ഞാൻ അലറുന്നു. ദൈവത്തിന് സ്തോത്രം. 1, തകർന്ന മനസ്സ്. 2, ഞരങ്ങുന്ന ഹൃദയം. ഹൃദയത്തിലെ ഞരക്ക നിമിത്തം ഞാൻ അലറുന്നു. ദൈവമക്കളെ, വാക്കുകളൊന്നുമില്ല, ഒരു ഞരക്കം കേൾക്കാം. നിങ്ങൾക്ക് പലർക്കും അനുഭവം കാണും.
വെൻ ദി ഹാർട്ട് ഈസ് ഫുൾ വേർഡ്സ് ആർ ഫ്യൂ. വാക്കുകളൊന്നും കൂടുതൽ പറയാൻ തോന്നണില്ല. ചിരിച്ച അനുഭവമുണ്ടോ നിങ്ങളോട് പറയുന്നത്? പാപിനെ അരിക്കുന്ന സ്ത്രീ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽപാദത്തെങ്കിൽ കണ്ണുനീര് കൊണ്ട് നനച്ച് തലമുടി കൊണ്ട് തുടയ്ക്കുന്ന സമയത്ത് എന്തെല്ലാം വാക്കുകൾ പറഞ്ഞായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഒന്നുമില്ല, എങ്ങലടി ഞരക്കവും മാത്രം. ഹന്ന ദേവാലയത്തിലേക്ക് ചെന്നു, ചുണ്ട് പിടപെടാന്ന് പിടയ്ക്കുക. ഏതാണ്ടൊക്കെ പറയണമെന്നുണ്ട്, പക്ഷേ ഒരു വാക്ക് ഉരുത്തിരിഞ്ഞ് വരുന്നില്ല, സാധിക്കുന്നില്ല. ദൈവത്തിന് സ്വതന്ത്രം. കള്ളിൻ്റെ മദ്യത്തിൻ്റെ ലഹരിയൊക്കെ ഇറങ്ങിയിട്ടിങ്ങ് വന്ന് പറഞ്ഞാൽ പുരോഹിതൻ ഇറക്കി വിടാൻ നോക്കുകയാണ്. ആരും അറിയണ്ട ദൈവമക്കൾ, ഞാൻ പറയുന്നു, ആരും അറിയണ്ട, ആരും കേൾക്കണ്ട. ഒരു പ്രാർത്ഥനാ മുറിയുടെ മൂലയ്ക്കൽ ഒന്ന് ഒതുങ്ങിക്കൂടിയിരുന്ന് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ഒന്ന് ഞരങ്ങിക്കരയാമോ? സ്വർഗവാതിൽ മലർക്ക തുറക്കും. ദൈവത്തിന് സ്തോത്രം. ഹൃദയത്തിൻ്റെ ഞെരുക്കവും ആത്മാവിൻ്റെ ഞരക്കവും, രണ്ടു വാക്ക് ഓർത്തോളണം. ഹൃദയത്തിൻ്റെ ഞെരുക്കം, എൻ്റെ അവസ്ഥ എന്താകും? ദൈവത്തിന് സ്തോത്രം. ഇനി എങ്ങനെയാണ് മുന്നോട്ട്? ഞാനൊരിക്കൽ വചനത്തിന് എഴുന്നേറ്റാണല്ലോ, ഇപ്പം ഇങ്ങനെ സംഭവിച്ചു പോയില്ലേ? ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഇനി ഞാൻ എന്നാന്നും പറഞ്ഞുകൊണ്ടാ എഴുന്നേക്കണേ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹൃദയത്തിൻ്റെ ഞെരുക്കവും ആത്മാവിൻ്റെ ഞെരുക്കവും. ദൈവമക്കളെ, തീർച്ചയായിട്ടും ഹൃദയത്തിൽ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കം. ഇയ്യോബിൻ്റെ പുസ്തകം ഒന്നെടുത്ത്, ഇയ്യോബിൻ്റെ പുസ്തകം 3-ാം അധ്യായം 24-ാമത്തെ വാക്യം ഒന്നെടുത്ത്. ഭക്ഷണത്തിന് മുമ്പേ എനിക്ക് നെടുവീർപ്പ് വരുന്നു, ഭക്ഷണത്തിന് മുമ്പേ എനിക്ക് നെടുവീർപ്പ് വരുന്നു, എന്റെ ഞരക്കം വെള്ളം പോലെ ഒഴുകുന്നു. ദൈവത്തിന്റെ സഹോദരം, ഭക്ഷണം വിളമ്പി വെച്ചു, ഭാര്യ വിളിച്ചു, അല്ലെങ്കിൽ മക്കൾ വിളിച്ചു, അമ്മ വന്ന് കഴിക്കുക, ഡാഡി വന്ന് കഴിക്കുക, മേശയിലെല്ലാം ഉണ്ട്. നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ചെറിയ അനുഭവങ്ങൾ കാണും. തോന്നണില്ല കഴിക്കാൻ തോന്നണില്ല. ദൈവത്തിന് സ്തോത്രം. ചിലപ്പോൾ പറഞ്ഞു പോയിട്ടില്ലേ, ഞാൻ എന്നാന്നൊന്നും പറയുന്നില്ല, അങ്ങ് ഇറക്കി വിടാൻ തോന്നണില്ല. കാരണം എൻ്റെ കർത്താവ് ദുഃഖിച്ചു പോയില്ല, എന്നാ കഴിക്കാനാ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ മഹത്വം. ഇയ്യോബ് ഉള്ളത്തിൽ ഞരങ്ങിക്കൊണ്ട് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല. കാരണം എന്നാ? ഭക്ഷണത്തിനകത്തേക്ക് കണ്ണുനീര് വീഴാന്നേ. ദൈവമക്കളെ, ഞാൻ അല്പം വിനയത്തോട് ചോദിക്കട്ടെ, ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടോ? അതൊക്കെ നഷ്ടപ്പെട്ടു പോയ മക്കളെ, ഇതൊക്കെ പ്രാർത്ഥന മുറിയൊക്കെ നനയാറുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥന മുറിയൊക്കെ നനയാറുണ്ടോ? പായൊക്കെ നനയാറുണ്ടോ? ഞാൻ വെറുതെ പറയുകയല്ല. പണ്ടൊക്കെ ഇന്നത്തെ പോലെ കുഷീനായിരുന്നില്ല ഞങ്ങളൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. ഒരു സമയത്ത് ഒരു നേരപ്പയായിരുന്നു, പിന്നെ പ്രായമുള്ളവർക്കൊരു പിന്നെ മെത്തപ്പായ. ഒരു ചില ഘട്ടത്തിലൊക്കെ നോക്കുമ്പോൾ മെത്തപ്പായുടെ അവിടെ ഒരു ചെറിയ കറുപ്പുണ്ട്. കാരണം പലപ്പോഴും കണ്ണുനീര് വീഴാണ്, ഉണങ്ങാറില്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ എവിടെ വായിക്കുകയുണ്ടായി, ആദ്യ നാളുകളിൽ പരിശുദ്ധമായ ദൈവാലയത്തിൽ കുമ്പസാരിക്കാൻ ഇരിക്കുമ്പോഴേക്കും ഒരു ടർക്കി പോലെ പഴംതുണി ഒരെണ്ണം കൊണ്ട് വെച്ചേക്കും. എന്തിനാ അത്? കുമ്പസാരിക്കാൻ നേരത്ത് പഴംതുണി എന്തിനാ? അനുതാപത്തോടും തകർന്ന ഹൃദയത്തോടും കണ്ണുനീര് വാർന്നൊലിക്കുന്നതായ മുഖത്തോടും കൂടി അവിടെ ചെന്ന് പാപമേറ്റ് പറയുമ്പോൾ ഒഴുകി വരുന്നതായ ദൈവത്തിന് സ്തോത്രം കണ്ണുനീരുകൊണ്ട് ആ തറ നനയും. അടുത്ത ആൾ വന്നിരിക്കണ്ടേ, അത് തൂത്ത് തുടച്ചു പോകും. ഒരാളുടെ കണ്ണുനീര് ദൈവം കണ്ടോ എനിക്കറിയാൻ പാടില്ല. അടിമാലിക്കാരവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരിക്കും. ഞാനൊരിക്കൽ അവിടെയുള്ളൊരു വലിയ മലമുകളിൽ ഒരു പള്ളിയിൽ പോയി. സെൻറ്റ് മേരീസ് എന്നാണ് പള്ളിയുടെ പേര്. അന്ന് 6 അച്ഛന്മാരുണ്ട്. കാരണം ഒരു പെരുന്നാളിൻ്റെ തലേ ദിവസമാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ അവസാനം പ്രസംഗം കഴിഞ്ഞപ്പോൾ പറയുകയാണ്, ഈ സാറിൻ്റെ കൂട്ടായ്മയിൽ നിന്നൊരാൾ എൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ വന്നു. ഒത്തിരി സമയമെടുത്ത് പുറകിൽ ക്യൂന്നവർക്ക് ഇഷ്ടക്കുറവ് വന്നു. അദ്ദേഹം പറഞ്ഞ വാക്ക്, അദ്ദേഹം കുമ്പസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കറുത്തൂപ്പായവും കാലും നനഞ്ഞു.
കറുത്തൂപ്പായവും കാലും ഒക്കെ നനഞ്ഞു. പിന്നീട് ഇന്ന് ഞാൻ ഓർക്കുന്നു, ഇനി ഞാൻ പറയാൻ പോകുന്നത് കേട്ട അച്ഛന്മാരുടെ നെറ്റി വിളിക്കരുത് കേട്ടോ. ഇനി ഞാൻ പറയാൻ പോകുന്നത് കേട്ട് ബഹുമാനപ്പെട്ട അച്ഛന്മാർ നിങ്ങൾ നെറ്റി വിളിക്കരുത്. അപ്പം എല്ലാവർക്കും ഒരു വ്യഗ്രത എന്നെ പോലും പറയാൻ പോകുന്നത്. ആ കുമ്പസാരത്ത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ തലയിൽ നനഞ്ഞു, അതെൻ്റെ കണ്ണുനീര്. നിങ്ങൾക്ക് ഇഷ്ടക്കുറവ് വരുതെന്ന് വെച്ച് ഞാൻ പറഞ്ഞെന്നാന്ന് അച്ഛൻ പറയാണ്, അന്ന് ഞാനും മാനസാന്തരപ്പെട്ടു. പ്രസംഗം കേട്ടല്ല, കുമ്പസാരം കൊണ്ട് മാനസാന്തരപ്പെട്ടൊരു വലിയച്ഛൻ. ദൈവത്തിന് സ്തോത്രം. ആത്മാവ് മാറിപ്പോയിട്ടില്ല. പക്ഷെ അനേകരുടെ ഹൃദയം കഠിനമായി പോയിട്ടുണ്ടോ? യഹോവേ, സ്വർഗത്തോടും നിന്നോടും ഞാൻ പാപം ചെയ്തു. ചുങ്കക്കാരനെ പോലെ ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് ദൈവസ്ഥം പ്രതി കരയണം. സ്വർഗത്തിലേക്ക് നോക്കാൻ പോലെ എനിക്ക് യോഗ്യതയില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മഹാഭാവിയായ എന്നോട് കരുണ തോന്നണമേ. ഇത് നമ്മുടെ കൂട്ടായ്മയിൽ വന്നേ പറ്റൂ. ഞാൻ ഒരു തത്വമല്ല നിങ്ങളോട് പറയുന്നേ, പോയിന്റുകളൊന്നും ഒന്നുമല്ല പറയുന്നത്. എൻ്റെ കർത്താവ് ഇത് കേൾക്കുന്നുണ്ടല്ലോ, എൻ്റെ ദൈവം അത് പ്രസാദിക്കുന്നില്ലേ? മകനെ, അനുതാപത്തിൻ്റെ ശബ്ദമൊഴുകട്ടെ. ദൈവത്തിന് സ്തോത്രം. ജനം കണ്ണുനീരോടെ കരയട്ടെ. ഹല്ലേലൂയ. അവരുടെ കണ്ണുനീർ എൻ്റെ കാൽക്കൽ വീഴുമ്പോൾ എൻ്റെ തിരുവിലായിൽ നിന്ന് രക്തം അവരെ കഴുകാൻ വേണ്ടി ഒഴുകും. ചെവി തുറന്ന് ചങ്ക് തുറന്ന് കെട്ടിച്ചു പോകണം. നിന്റെ വാക്കുകളുടെ കസർത്ത് കൊണ്ടൊന്നും നിന്നെ കഴുകുന്ന രക്തം ഒഴുകുകയില്ല. അനുതാപത്തിന് കണ്ണുനീർ ആണിപ്പടുത്തുള്ള കാലിൽ വീഴുമ്പോൾ ചങ്ക് പൊട്ടി ഒഴുകുന്ന തങ്കച്ചോര നിന്റെ നേരെ ഒഴുകി വരും. പാപം ലഭിക്കും. ഈ കല്ലിച്ച ഹൃദയം തകരണം. മറ്റുള്ളവരുടെ നേരെ വിധിയോടുകൂടി നീട്ടുന്ന കരം അവനവൻ്റെ നേരെ നീട്ടണം. മുന്നമേ അവനവൻ്റെ കണ്ണിലെ കോലെടുത്തിട്ട് മറ്റുള്ളവൻ്റെ കണ്ണിലെ കരടെടുക്കുക. ഇന്നത്തെ പ്രവണത എൻ്റെ കണ്ണിലെ കോല് കരടായിട്ട് തോന്നും, മറ്റുള്ളവരുടെ കണ്ണിലെ കരട് കോലായിട്ട് തോന്നും. അത് നിർത്ത്. ഇത് എന്നോടും കൂടിയുള്ളതായ വചനമാണ്. ദൈവമക്കളെ, തകർന്ന മനസ്സ്, ഞരങ്ങുന്ന ഹൃദയം, എൻ്റെ ഞരക്കം, അതാണ് ദൈവസന്നിധിയിൽ ചെല്ലേണ്ടത്. അതാണ് 8-ാമത്തെ വാക്യം. ഇനി ഞാൻ 9-ാമത്തെ വാക്യം വിട്ടേച്ചും 10-ാമത്തെ വാക്യം വായിച്ചേ. എന്റെ നെഞ്ചിടിക്കുന്നു, ഞാൻ വശം കെട്ടിരിക്കുന്നു. എൻ്റെ നെഞ്ചിടിക്കുന്നു, ഞാൻ വശം കെട്ടിരിക്കുന്നു. പാപബോധത്തിൻ്റെ ഭയാനകമായ അനുഗ്രഹീതമായ ചില ചലനങ്ങളാണത്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ നെഞ്ചിടിക്കുന്നു, ഞാൻ വശം കെട്ടിയിരിക്കുന്നു. ദൈവമക്കളെ, എങ്ങനെയാണ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുക. ചിലപ്പോൾ BP ഒക്കെ കൂടും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദി ഹാർട്ട് ബീറ്റ്സ് വൈൽഡ്ലി. പിന്നെ എന്താണ് ഞാൻ വശം കെട്ടിരിക്കുന്നത്? ഇംഗ്ലീഷിന് അറിയാം, മൈ സ്ട്രെങ്ത് ഫെയിൽസ്. ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും ഒരു ഉപാധിയില്ല എന്ന് പറയും പച്ച മലയാളത്തിൽ. ഓഫീസിൽ പോയി കാര്യങ്ങളൊക്കെ ചെയ്യാനും മറ്റേ പറ്റണില്ല. ഒന്നിനോട് ഏകാഗ്രത കിട്ടുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഞാൻ എഴുതി വെച്ചതല്ലല്ലോ. ഒരു അനുദപിക്കുന്ന പാപിയുടെ ഹൃദയത്തിൻ്റെ ഭാഷയാണ് 38-ാം സങ്കീർത്തനം. ഒരു അനുദപിക്കുന്ന പാപിയുടെ ഹൃദയത്തിൻ്റെ ഭാഷ. എന്തിനാണ്? എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാക്കി കൊടും പാപികളെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ദൈവത്തിൻ്റെ ശബ്ദമാണ്. അതിനല്ല നമ്മൾ വീണ്ടും വായിക്കുന്നത്. വൈകാരികമായ പിരിമുറുക്കം പാപത്തിൻ്റെ അനന്തരഫലമാണ്. വൈകാരികമായ പിരിമുറുക്കം, ഇതെല്ലാം മാറിക്കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതമായിരിക്കുന്ന കൃപ നമ്മളെ രൂപാന്തരപ്പെടുത്തും. ഹല്ലേലൂയ. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവമക്കളെ, വായിച്ചേ, താഴത്തേക്ക് വായിച്ചേ, 10-ന്റെ താഴേക്ക് വായിച്ചേ. എൻ്റെ നെഞ്ചിടിക്കുന്നു, ഞാൻ വശം കെട്ടിയിരിക്കുന്നു. എന്റെ കണ്ണിന്റെ വെളിച്ചവും എനിക്കില്ലാതെയായി. 7-ാമത്തെ കാര്യം, എൻ്റെ കണ്ണിൻ്റെ വെളിച്ചം എനിക്കില്ലാതെയായി. കണ്ണിൻ്റെ വെളിച്ചം അതെന്നാന്നേ അത്? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. ശരീരത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് വെളിച്ചവും ആത്മാവിൽ നിന്ന് പ്രകാശവും ആശ്വാസവും നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. ഒന്ന് കണ്ണ് തുറന്ന് ആരെങ്കിലും നോക്കാൻ പോലും മടിയാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട പപ്പ ചോദിക്കാൻ, എന്താ മുഖം വാടിയിരിക്കുന്നത്? ആത്മാവിൽ ക്ഷീണിച്ചു പോയി, പാപം സംഭവിച്ചു പോയി.
ലജ്ജാഭാരത്താൽ തല കുമ്പിട്ട് പോയി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ ആരെയും കുറ്റം പറയുകയല്ല. ആരുടെ എല്ലാം ജീവിതത്തിൽ ഇരുട്ട് കയറിയിട്ടുണ്ട്. ആരുടെ എല്ലാം ഉൾക്കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട്. ദൈവമക്കളെ, നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ണിൻ്റെ കാഴ്ച ഇല്ലാതായി. ഒരു സമയത്ത് ദൈവികമായ തേജസ് നമ്മുടെ കൺമുമ്പിൽ ജ്വലിച്ചതല്ലേ. ഒരിക്കൽ ഹൃദയ കണ്ണുകൊണ്ട് കാൽവറി വ്യക്തമായി വരച്ചു കിട്ടിയതുപോലെ കണ്ണിൻ്റെ മുമ്പിൽ തെളിഞ്ഞു കിട്ടിയതല്ലേ. പൗലോസേ ചോദിക്കുന്നുണ്ട്, കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായ നിങ്ങളുടെ കൺമുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ. അടുത്ത വാക്യം എന്താ? നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാര്? ഞാൻ നിങ്ങളോട് കൈ കൂപ്പിക്കൊണ്ട് ചോദിക്കട്ടെ, കാൽവറിയിൽ എനിക്ക് വേണ്ടി പിടഞ്ഞു മരിച്ച കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രൂപം ഒരു പടമൊന്നുമല്ല, നിങ്ങൾക്കൊരു യാഥാർത്ഥ്യമാണോ? വെളുപ്പാങ്കാലത്ത് എഴുന്നേൽക്കുമ്പോൾ എന്ത് കണ്ടുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത്? അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്ത് മുത്തിക്കൊണ്ടാണ് ജീവിതം തുടങ്ങുന്നത്? ആരിലേക്ക് കണ്ണ് ഉയർത്തിക്കൊണ്ടാണ് ജീവിതം തുടങ്ങുന്നത്? നമ്മുടെ പിതാക്കന്മാർ കണ്ട കാഴ്ച നിങ്ങൾ ദൈവമക്കളെ കാണുന്നുണ്ടോ? തൂക്കപ്പെട്ടു, മരത്തിൽ വിലാവ് തുറന്നു, ആ ചവളം രക്തം വെള്ളമൊഴുകുന്ന മെസ്സിഹ, പിടഞ്ഞു മരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് പ്രാർത്ഥനയുടെയും ഞരക്കത്തിൻ്റെയും മുട്ടിന്മേൽ ഇഴഞ്ഞു നീക്കി, എൻ്റെ കർത്താവെ അടുത്തേക്ക് വരാൻ എനിക്ക് പേടിയാണ്, ഹല്ലേലൂയ, മഹാഭാവിയാ എന്നോട് ഒന്ന് കരുണ തോന്നണമേ, കർത്താവെ നിന്റെ മുഖം ഒന്ന് മറയ്ക്കരുതേ, ഒന്ന് എൻ്റെ നേരെ നോക്കിക്കേ കർത്താവേ, കുറേ നേരം ഇരുന്ന് കരഞ്ഞ് കരഞ്ഞ് കർത്താവേ നീ എന്താണ് തിരിഞ്ഞു നോക്കാത്തത് എന്ന് ഹല്ലേലൂയ വേദനയോടെ ചങ്കുരുക്കി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആ കണ്ണ് പയ്യെ തുറന്ന് എൻ്റെ നേരെ നോക്കുമ്പോൾ എൻ്റെയും എൻ്റെ കർത്താവിൻ്റെയും കണ്ണ് തമ്മിൽ ഇടയുന്നതും അപ്പോൾ ഒന്ന് ഏങ്ങലടിച്ചെന്ന് കരയുന്നതും ഹല്ലേലൂയ, അപ്പോൾ ആ കരം പയ്യെ താണിറങ്ങി വരുന്നതും ആ രക്തം പോരേണ്ട കരം തലമേൽ വെക്കുന്നതും ഹല്ലേലൂയ 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 ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആത്മാവൊന്ന് ഊതി സമാധാനത്തോടെ നമ്മളെ എഴുന്നേൽപ്പിക്കുന്നതും ദൈവമക്കളെ നിങ്ങൾക്ക് അനുഭവമുണ്ടോ? ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു തികഞ്ഞതായ ഒരു യാഥാർത്ഥ്യമാണ് ദൈവമക്കളെ. കർത്താവായ യേശുക്ക് സോ ഡിയർ, സോ നിയർ, ആൻഡ് ഹി ഈസ് ആബ്സല്യൂട്ട്ലി റിയൽ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അരിമത്തേക്കാരൻ യൗസേപ്പ് ചെന്ന് കണ്ടതായിരിക്കും അതേ കാഴ്ച. നമ്മുടെ പരിശുദ്ധ പൂർവ്വപിതാക്കന്മാർ തൂക്കപ്പെട്ടു, മരത്തിൽ വിലാവ് തുറന്നു, ആ ചവളം രക്തം വെള്ളമൊഴുകുന്ന മിശിഹായെ കണ്ടു. ആ സഭയിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. ആ സത്യസുവിശേഷത്തിന്റെ വാക്താക്കളായി നിന്നുകൊണ്ടാണ് അടിയങ്ങൾ പറയുന്നത്. ഈ കൈ ഉയർന്ന കാലത്തോളം ഒരു കൂട്ടായ്മയിലേക്കോ തീർത്ഥാടന കേന്ദ്രത്തിലേക്കോ മറ്റേതെങ്കിലും പ്രസ്ഥാനത്തിലേക്കോ അല്ല. രക്തം മാർന്നൊലിക്കുന്ന അരുമനാഥന്റെ തൂക്കപ്പെട്ട രംഗത്തേക്ക് മാത്രം ഈ വിരല് ഉയരും, ഈ ശബ്ദം ഉയരും. ഞങ്ങൾക്ക് വേറെ ഒന്നും കാണിക്കാനായിട്ടില്ല. ഹല്ലേലൂയ, നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട ദൈവമക്കൾ ക്രൂശിൻ ചോട്ടിലേക്ക് വരണം. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, നീ ഒരു സമയത്ത് കണ്ണാലെ കണ്ടതുപോലെ ഒരു യാഥാർത്ഥ്യമായിരുന്നു. യഹോവ എൻ്റെ കൺമുമ്പിൽ ഒരു തികഞ്ഞ യാഥാർത്ഥ്യമായിരുന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി എന്ന് പറയുവാൻ തക്കോണം ആ പ്രകാശത്താൽ എൻ്റെ കണ്ണ് ജ്വലിച്ചതായിരുന്നു. ഇപ്പോൾ കൂരിട്ട് വ്യാപരിച്ചു. ദൈവമക്കൾ ഇതിന് കേട്ടച്ചു പോകരുത്. ജീവിതത്തിൽ അന്ധകാരത്തിൻ്റെ പാപത്തിൻ്റെ കൂരിട്ട് ബാധിച്ച് സാത്താൻ്റെ ഇരിപ്പിടങ്ങളുമായി മാറിയ മനുഷ്യ ജീവിതങ്ങൾ ഇന്നിവിടെ എഴുന്നേറ്റ് പോകുന്നതിന് മുൻപ് കാൽവറിയിലെ ശക്തിയാൽ, രക്തത്തിൻ്റെ ശക്തിയാൽ, രക്തം പോരേണ്ട വചനത്തിൻ്റെ ശക്തിയാൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഉൾക്കണ്ണ് തുറന്ന് കാൽവറിയിൽ ഒരിക്കൽ രക്ഷ കണ്ട് അനുഭവത്തോടെ വേണം നിങ്ങൾ പോകാനായിട്ട്. ഇത്രയും അനുതാപത്തിൻ്റെ കണ്ണുനീര് വന്നപ്പോൾ ഞാൻ ചീഞ്ഞു നാറുന്ന വ്രണമുള്ളവനാണ്. ഞാൻ എൻ്റെ ശരീരം കുനിഞ്ഞു കുമ്പിട്ടുപോയി. എൻ്റെ മനസ്സ് തകർന്നു, എൻ്റെ ഹൃദയം ഞരങ്ങുന്നു, എൻ്റെ നെഞ്ചിടിക്കുന്നു, എൻ്റെ കാഴ്ച മുഴുവൻ കർത്താവെ നഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ ഒരു മനുഷ്യകോലം പോലെ തകർന്ന് തരിപ്പണമായി തേജമയനായി ദൈവമേ നിന്റെ കാൽക്കൽ വീഴുകയാണ്. വേറെ വാക്കുകളൊന്നും പറയാനില്ല. ദൈവമേ, മഹാഭാവിയായ എന്നോട് കരുണ തോന്നണം. ഇത്രയും പാപബോധം കിട്ടിക്കഴിഞ്ഞപ്പോൾ ദൈവത്തിന് വെളിച്ചം പയ്യെ വന്നു തുടങ്ങി. കൂരിട്ടാൻ
10-ാമത്തെ വാക്യത്തിൽ കൂരിരുട്ടിലേക്ക് വന്നിരിക്കുന്നു. ദൈവത്തെ കാണാൻ പാടില്ല, യാതൊരു സമാധാനവും അന്തരംഗത്തിലില്ല. നെഞ്ചിടിക്കുകയാണ്, വശം കെട്ടിരിക്കുകയാണ്, വലിയ പിരിമുറുക്കത്തിലാണ്. ശക്തി മുഴുവൻ ചോർന്നുപോയി, ഉയർന്ന രക്തസമ്പർദ്ദം. ദൈവത്തിന് സ്തോത്രം. സമ്പൂർണമായി തളർന്നു, എല്ലാം കൊണ്ടും ദുർബലനായി. പാപം വരുത്തി വെച്ചതായ വിന ഇത്രയും വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇതെല്ലാം സ്വർഗത്തിൽ നിന്ന് ദൈവം കാണുകയില്ല. ഇനി 9-ാമത്തെ വാക്യം വായിച്ച്. കർത്താവേ, എന്റെ ആഗ്രഹമൊക്കെയും നിന്റെ മുമ്പിൽ ഇരിക്കുന്നു, വായിച്ചു. എന്റെ ഞരക്കം നിനക്ക് മറഞ്ഞിരിക്കുന്നതുമില്ല. ആശ്വാസമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ആഗ്രഹമൊക്കെയും നിന്റെ മുമ്പിലിരിക്കുന്നു, എൻ്റെ ഞരക്കം നിനക്ക് മറിഞ്ഞിരിക്കുന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. ദാവീദിന് എന്ത് മനസ്സിലായി? നിങ്ങൾ എന്ത് പറയുന്നു? എൻ്റെ ആഗ്രഹം അറിയുന്നൊരു ദൈവം ജീവിക്കുന്നുണ്ട്, എൻ്റെ ആഗ്രഹം അറിയുന്നൊരു ദൈവം ജീവിക്കുന്നുണ്ട്. അത് മതി കർത്താവേ എനിക്ക്. ദൈവത്തിന് സ്തോത്രം. അരുതാത്തൊക്കെ സംഭവിച്ചു പോയി. തിരുത്താൻ പറ്റുന്ന പാവം വല്ല വേശ്യാർത്ഥി തിരുത്താൻ പറ്റുമോ? കൊലപാതകം തിരുത്താൻ പറ്റുമോ? മദ്യം ഒഴിച്ചു കുടിപ്പിച്ച് കൊന്നത് തിരുത്താൻ പറ്റുമോ? ദൈവങ്ങളെ, തിരുത്താൻ വയ്യാത്തതായ പാപങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചവരെല്ലാം വന്നിട്ടുണ്ട്. ഞാനും മാറിയുന്നുണ്ട് പറയുകയല്ല. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഇന്നിവിടെ ഇരിക്കുമ്പോൾ കർത്താവിയുടെ മധ്യത്തിലുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, മാറുപൊട്ടി ഒഴുകുന്നതായ ഒരു രക്തത്തിൻ്റെ സുഗന്ധം നിങ്ങൾ മണക്കുന്നില്ലേ? ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ളതായ യാഗം എന്താണെന്നറിയാമോ? തകർന്ന ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന കണ്ണുനീര്. അതുമായിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് ക്രൂശിൻ ചുവട്ടിലേക്ക് വന്നേ. എല്ലാവരും ഒന്ന് ക്രൂശിൻ ചുവട്ടിലേക്ക് വന്നേ. നിങ്ങളെ ഓരോരുത്തരെയും കാണുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ ഓരോരുത്തരെയും കാണുന്ന ദൈവം ഇവിടെ. ഞാനും പ്രസംഗിക്കാൻ നിൽക്കുന്നതിനായിട്ടല്ല ദൈവം കാണുന്നത്. നിങ്ങളാരെയും ഭാവിയായിട്ട് എനിക്ക് കരുണ വേണം കർത്താവേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ചെല്ലുന്നതായ ദൈവം, ആ ആഗ്രഹം ദൈവം കാണുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. 9 ഒന്നോടെ വായിച്ച്. കർത്താവേ, എന്റെ ആഗ്രഹമൊക്കെയും നിന്റെ മുമ്പിൽ ഇരിക്കുന്നു, എന്റെ ഞരക്കം നിനക്ക് മറഞ്ഞിരിക്കുന്നതുമില്ല. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഞരക്കം നിനക്ക് മറഞ്ഞിരിക്കുന്നതുമില്ല. ദൈവമക്കളെ, സങ്കീർത്തനക്കാരൻ അതാ പറഞ്ഞ, യെശയ്യാ പ്രവാചകൻ പറയുന്നതുപോലെ അതൊന്ന് വായിക്കുന്നത് നല്ലതാണ്. ദൈവമക്കളെല്ലാം സന്തോഷത്തിൻ്റെ തേജസ്സിൻ്റെ നിറവിലേക്ക് വന്ന് തുടക്കം അനുതാപമാണ്. യെശയ്യാ 1:4 വാക്യങ്ങൾ. അയ്യോ പാപമുള്ള ജാതി, അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, വായിച്ചോ. ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ. നമ്മളെ കാര്യമാണ് ഈ പറയുന്നത്. നമ്മളിലേക്ക് നോക്കിയിട്ട് ദൈവം പറയുന്ന കാര്യമാണ്. വായിച്ചത്. അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ച് പിറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. ഞാൻ അതും കൂടെ എന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് ഇഷ്ടക്കുറവ് വരുത്. നമ്മുടെ കൂട്ടായ്മയിൽ പറ്റിയിരിക്കുന്ന മറ്റൊരു അപകടം എന്നാ നിങ്ങൾക്കറിയാമോ? അനേകർ ദൈവത്തിൻ്റെ ശത്രുക്കളായി മാറി. ദൈവത്തിൻ്റെ ശത്രുവോ സാർ? നീ പറയും ദൈവത്തിൻ്റെ ശത്രുവോ? എങ്ങനെ സാറ് ദൈവത്തിൻ്റെ ശത്രുവായി മാറി എന്ന് പറയുന്നത്? ആരാ ദൈവത്തിൻ്റെ ശത്രു? കർത്താവിനെ കുറിച്ച് ചെന്നവരൊന്നുമല്ല. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകും. ലോകത്തിൻ്റെ സ്നേഹിതനാകാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായി. എന്നെ ഏറ്റവും ഞെട്ടിപ്പിച്ചതായ വാക്യമാണ്. അതൊന്ന് വായിച്ച്. യാക്കോബ് 4:4. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്ന് അനേകർ ദൈവത്തിൻ്റെ ശത്രുവായി തീർന്നു എന്ന് ഇവിടെ നിന്ന് പറയാൻ എന്താ കാരണം? നിങ്ങൾ ഏതെങ്കിലും പ്രകടമായ ചില തെറ്റിലേക്കൊക്കെ പോയോ? ദൈവമക്കളെ, അതും ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഈ പറയുന്ന എല്ലാം എന്നോട് ചിലർ പറഞ്ഞു, സാർ ഇച്ചിരി മൂർച്ച കൂടുതലാണ്, കുറേ കൂടി മയമായിട്ട്. ഞാൻ എങ്ങനെ പറയും? ഒരു 2 ആഴ്ചക്കുള്ളിൽ ഏറ്റവും വേണ്ടപ്പെട്ട ചില വ്യക്തികളിൽ നിന്നും യുവാക്കന്മാരിൽ നിന്നും കേട്ടതായ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഈ വാക്കിന് മൂർച്ച പോരാന്ന് ഞാൻ പറയും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ദൈവത്തോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോടും ദൈവത്തിൻ്റെ തീ ഇറങ്ങുന്ന കൂട്ടായ്മയോടും ചേർന്ന് നിന്നുകൊണ്ട് കളിക്കരുത്. ഇവിടെ എങ്ങനെയെങ്കിലും ആളെ കൂട്ടി പണം പിരിക്കുന്നതായ ഉദ്ദേശം ഞങ്ങൾക്കില്ല. ഭാവിയെ മാനസാന്തത്തിലേക്ക് നയിച്ച് സ്വർഗരാജ്യത്തിൽ വിശുദ്ധന്മാരുടെ നിരയിൽ നിർത്തണമെന്ന് മാത്രം. ഈ ചങ്ക് കീറിയാലും ഈ ആഗ്രഹമേ കാണുകയുള്ളൂ. ആരും എന്നെ നോക്കി കൈകൂപ്പണ്ട, ഒന്ന് എഴുന്നേൽക്ക പോലും വേണ്ട. ഈ വാക്കുകൾക്ക് വില കൊടുക്കുക. പൈസയത് ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു മനസ്സിലായി. ലോകത്തിന്റെ പ്രതാപത്തിലേക്കും ആഡംബരത്തിലേക്കും
സുഖലോലുമായ ജീവിതത്തിലേക്കുമൊക്കെ ഇറങ്ങിപ്പോകുന്ന ശത്രുത്വമാണ്. ആരാ അങ്ങനെ പോണേ? ഞങ്ങളൊന്നും അങ്ങനെ പോണില്ലല്ലോ സാറേ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പറയും, ഞാനും പറയും, ശരിയാണ്, അത് ആശ്വാസമായിട്ട് പറയാം. അങ്ങനെയൊന്നും പ്രകടമായിട്ട് ഇറങ്ങി പോയിട്ടില്ല. അടുത്ത വാക്യം വായിച്ചേ. ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. എല്ലാരും കേട്ട എന്റെ നേരെ ഒന്ന് നോക്കിക്കേ. ശത്രു ആരാ? ലോകത്തിലെ പ്രകടമായിരിക്കുന്ന പാപത്തിലേക്ക് പോയി രസിച്ച് സുഖിച്ച് മുളയ്ക്കുന്നവനല്ല. ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ അടുത്ത വാക്ക് എന്താ റീസ? ഇച്ഛിക്കുന്നവൻ. ഉള്ളത്തിലൊരാഗ്രഹം ലോകത്തിൽ ഏതാണ്ടൊക്കെ ആകണം, ഒരംഗീകാരമൊക്കെ വേണം. ഞാൻ ആരെയും കുറ്റം വിധിക്കുകയല്ല. ഇപ്പൊ മനുഷ്യന്റെ അംഗീകാരം കാറിന്റെ വലിപ്പത്തിലും വീടിന്റെ വലിപ്പത്തിലും വസ്ത്രത്തിൻ്റെതായിരിക്കുന്ന മോടിയിലും. ഇപ്പോൾ ഒന്ന് സാറേ ആരെങ്കിലും ഒന്ന് മാനിക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരിയൊക്കെ ഏതാണ്ടൊക്കെ എല്ലാവർക്കും ഒത്തോണമുള്ളതായ കാര്യങ്ങളുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം. കടമാണേലും വേണ്ടില്ല, മനുഷ്യനൊരു വില വേണ്ടേ സാറേ? ദൈവത്തിന് ശത്രുവായി. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും വിടക്ക എന്നെണ്ണുമ്പോൾ തുള്ളിച്ചാടാൻ പറഞ്ഞ കർത്താവിൻ്റെ ആത്മാവിനാലാണ് നിങ്ങൾ നയിക്കപ്പെടുന്നത്. സാറിന് ഇതൊക്കെ പറയാല്ലേ? ദൈവമക്കളെ, എനിക്കും ഇത് ബാധകമാണ്. യു ആർ ദി നമ്പർ 1 enemy of the God. To live for Christ is to live against the worldly steps. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. അതുപോലെ തന്നെ റോമർക്ക് ലേഖനമാണ് 7-ാമത്തെ ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ജഡത്തിന്റെ ചിന്ത എന്നാ പറഞ്ഞത്. ഹല്ലേലൂയ. ദൈവം വായിച്ചേ. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. വായിച്ചോ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. എല്ലാരും കേട്ടെ. ദൈവത്തിന് ശത്രുവാകുന്ന 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒരു മനുഷ്യനെ, ഒരു വിശ്വാസിയെ ദൈവത്തിന്റെ ശത്രുവാക്കി മാറ്റുന്ന 2 കാര്യം. ഒന്ന്, ലോകത്തിന്റെ സ്നേഹത്തിലേക്കും പ്രതാപത്തിലേക്കും ആഡംബരത്തിലേക്കും സുഖലോലുമായിരിക്കുന്ന ജീവിതത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നില്ല, അതിനുള്ളൊരു കൊതി, ശത്രുവായി. 2, ജഡം. പ്രകടമായി വേശ്യാവൃത്തിക്കോ മദ്യപാനത്തിനോ വലിയ മൃഷ്ടാന്നമായിരിക്കുന്ന ഭോജനത്തിനോ ആഡംബര വിഭൂഷിതമായിരിക്കുന്ന ജീവിതത്തിനോ ഒന്നും പ്രകടമായി ഞാൻ പോകുന്നില്ല. പക്ഷെ അവിടെയും പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ലോകത്തിന് സ്നേഹിതനാകാൻ ഇച്ഛിക്കുന്നവൻ. ഞാൻ ഒരിടത്തും വായിച്ചിട്ടില്ല, എന്നെ ഞാൻ 100 പ്രാവശ്യം അണ്ടർലൈൻ ചെയ്ത് ചിന്തിക്കുന്ന ഒരു വിഷയമാണ്. ലോകത്തിന് സ്നേഹിതനാക്കുവാൻ ഇച്ഛിക്കുന്നവൻ. വല്ല ആഗ്രഹം ഉള്ളത്തിലുണ്ടോ? മോശക്കാരനാകരുത്. ദൈവത്തിന് കടമൊക്കെ ആണെങ്കിലും വേണ്ടില്ല, ബാക്കിയുള്ളവരുടെ മുമ്പിൽ എനിക്ക് മോശക്കാരനല്ലാത്ത വിധത്തിൽ. ദൈവത്തിന് സ്തോത്രം. പ്രകടമായ ലൈംഗികമായി വേണ്ട ബ്ലൂ ഫിലിമോ അല്ലെങ്കിൽ വേണ്ടാത്ത വൃത്തികെട്ടതായ പ്രകടമായ പ്രവൃത്തിയുള്ള പാപത്തിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ജഡത്തിൻ്റെ പ്രവൃത്തികൾ ഉള്ളവനെല്ലാം ദൈവത്തിന് ശത്രുവാകുന്നു എന്നല്ല. പിന്നെ എന്തെന്നാ വാക്ക്? ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അല്ല, അശുദ്ധ വിചാരങ്ങളൊക്കെ കയറി വന്നുണ്ടോ സഹോദര സഹോദരി? ആ ചിന്തയൊക്കെ എങ്ങനെയുണ്ട്? ഞാൻ എപ്പോഴും പറയാം, ചങ്കത്ത് കൈവച്ച് വന്നേ, ചിന്താമണ്ഡലം വിശുദ്ധമാണോ? ഞാൻ കൈകൊണ്ടൊരു എഴുതി വെച്ചു. ദൈവത്തിന് സ്തോത്രം. ഈ 2 വാക്യങ്ങൾ എഴുതിയതിന് ശേഷം അത് നിങ്ങളും വീട്ടിൽ പോയി മറുപടി എഴുതണം. ഞാൻ ദൈവത്തിൻ്റെ ശത്രുവോ ദൈവത്തിൻ്റെ മിത്രമോ? ദൈവത്തിൻ്റെ മിത്രമാണ് എങ്കിൽ അടുത്ത വാക്കെന്താ പറഞ്ഞേ? ലോകത്തിൻ്റെ ശത്രുവാ. അതും കൂടെ എഴുതി വെക്കണം കൂട്ടത്തിൽ. ദൈവത്തിൻ്റെ മിത്രമാണ് എങ്കിൽ ലോകത്തിൻ്റെ ശത്രുവാണ്. ഞാൻ ആത്മാവിനെ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ചാലേ ആത്മീയനാവുകയുള്ളൂ. ഒരു പുതിയ അധ്യായം തുടങ്ങണ്ടേ ഇന്ന്? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവമക്കളെ, അതുകൊണ്ട് എന്തു പറയുന്നു? ഇപ്പം നിങ്ങൾ അനുതാപത്തോടെ ക്രൂസിൻ ചോട്ടിലേക്ക് വരുമോ? ആത്മാവിൻ്റെ ഞരക്കം, എൻ്റെ ആഗ്രഹം അറിയുന്ന ദൈവം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമ്മളെ കണ്ടുകൊണ്ടും ഇതെല്ലാം കേട്ടുകൊണ്ടും ഇന്ന് ആരെല്ലാം ഇവിടെ വന്നിരിക്കുന്നു, എവിടെയെല്ലാം ഇരുന്ന് കേൾക്കുന്നു എന്ന് ശരിക്കും കാണുന്ന ഒരു ദൈവമില്ലേ? ദാവീദ് എല്ലാം കൊണ്ടും വൃത്തികെട്ട പാപിയായിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ വചനം ക്രിയ ചെയ്തു. അനുതാപത്തോടെ ഏറ്റുപറഞ്ഞു പാപങ്ങൾ ഉപേക്ഷിച്ചു. ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിട്ട് മാറി. അതേ ദൈവം
അതേ ആത്മാവ്, ഹല്ലേലൂയ ഹല്ലേലൂയ, അതേ കാൽവറിയിലെ സ്നേഹം ഇന്ന് നമ്മളെ മാടി വിളിച്ചിരിക്കുന്നു. കർത്താവ് ഇന്ന് നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തട്ടെ. കർത്താവ് നിങ്ങളെ കഴുകട്ടെ. കർത്താവ് നിങ്ങളെ രൂപാന്തരപ്പെടുത്തട്ടെ. കർത്താവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. നിർണായകമായൊരു തീരുമാനം, വളരെ വ്യക്തമായൊരു തീരുമാനം. ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങനെ തീരുമാനമെടുക്കുന്നവരുടെ നെറ്റിമേൽ ഒരു മനോഹരമായ നെറ്റിപ്പട്ടം കെട്ടിത്തരും. ഞാൻ യഹോവയ്ക്ക് വിശുദ്ധം. ഹല്ലേലൂയ. ആ നെറ്റിപ്പട്ടം കെട്ടിക്കിട്ടുവാൻ നിങ്ങൾക്ക് മനസ്സാണോ? ഇന്നു മുതൽ ഞാൻ യഹോവയ്ക്ക് വിശുദ്ധം. കർത്താവെ, എൻ്റെ പാപക്കറകളെല്ലാം കഴുകി തന്ന് അരുമനാഥ എൻ്റെ ചങ്കിനകത്ത് നീ അധികാരിയായി രാജാവായി വാഴുകയും കർത്താവെ പ്രകടമായ ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ തക്കവണ്ണം കർത്താവിൻ്റെ സാക്ഷിയായി ജീവിക്കാൻ എൻ്റെ യേശുവിൻ്റെ വിശുദ്ധൻ എന്നുള്ള നെറ്റിപ്പട്ടം കെട്ടി എന്നെ പറഞ്ഞയക്കുകയും ചെയ്യണമേ. നിങ്ങൾ പ്രാർത്ഥിക്കാമോ? അപ്പോൾ സ്വർഗം താണ് ഇറങ്ങി വന്ന് നമ്മളെ അനുഗ്രഹിക്കും. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിന് സ്തോത്രം.